നിങ്ങൾക്ക് ഒരു മാതൃരാജ്യമുണ്ട് എന്ന് ഗാന്ധിജി അംബേദ്കറോട് പറയുമ്പോൾ അംബേദ്കറുടെ വളരെ പ്രസിദ്ധമായ ഒരു മറുപടിയുണ്ട്. ഗാന്ധിജി, ഐ ഹാവ് നോ ഹോം ലാൻഡ്. ഗാന്ധിജി, എനിക്ക് നിങ്ങൾ പറയുന്ന പോലുള്ള ഒരു മാതൃരാജ്യമുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ആത്മാഭിമാനമുള്ള ഒരു തൊട്ടുകൂടാത്തവനും ഈ നാടിനെ കുറിച്ച് അഭിമാനിക്കില്ല. ഞങ്ങളെ പൂച്ചകളെക്കാളും പട്ടികളെക്കാളും താഴ്ന്നവരായി കാണുന്ന ഈ ഭൂമിയെ എങ്ങനെ എന്റെ സ്വന്തം നാടെന്ന് വിളിക്കും? അംബേദ്കറുടെ വാക്കുകൾ അദ്ദേഹത്തിന് തന്റെ നാട്ടിലെ അധസ്ഥിത വർഗങ്ങളുടെ മേലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള വളരെ രോഷമായതും കൃത്യതയുമുള്ള ഒരു മറുപടിയായിരുന്നു. അതേ കൃത്യതയോടെ തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് ചെന്നെത്തിച്ചത്. ജനാധിപത്യം എന്നുള്ളത് അംബേദ്കർക്ക് ഒരു സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു. അതും സ്പഷ്ടമായ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ആദ്യത്തേത് ഒരു മാനസിക ഭാവമാണ്. ഒരാൾക്ക് സഹസൃഷ്ടിയോടുള്ള ആദരവും സമത്വഭാവവും. കർക്കശമായ സാമൂഹിക വേർതിരിവുകളില്ലാത്ത ഒരു സാമൂഹിക ഘടനയാണ് രണ്ടാമത്തേത്. കുറെ പേർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങളും ബഹുഭൂരിപക്ഷത്തിന് ആവശ്യകതകളും പങ്കുവെക്കുന്ന പ്രത്യേക സ്ഥാനമാനക്കാരും സാധാരണക്കാരും തമ്മിലുള്ള വേർതിരിവിൽ കലാശിക്കുന്ന ഒറ്റപ്പെടുത്തലും ഒഴിവാക്കലും കൊണ്ട് ജനാധിപത്യം അപൂർണവും പരസ്പര വിരുദ്ധവുമായി തീരുന്നുവെന്ന് മഹാനായ അംബേദ്കർ പറഞ്ഞു വെക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനായി ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമായി അദ്ദേഹം പറയുന്നത് ജനാധിപത്യം കൊണ്ട് അവർ തൃപ്തരാകരുതെന്നതാണ്. രാഷ്ട്രീയ ജനാധിപത്യത്തെ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യമായി മാറ്റിയെടുക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കുന്ന സാമൂഹിക ജനാധിപത്യത്തിന്റെ അടിത്തറയില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യത്തിന് നിലനിൽപ്പില്ല. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും വേർപിരിക്കാനാവാത്ത ത്രിമൂർത്തികളാണ്. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ ഫലം ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിനുമേൽ ആധിപത്യമുറപ്പിക്കുന്നതായിരിക്കും. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വം പരസഹായം കൂടാതെ പ്രവർത്തിക്കാനുള്ള വ്യക്തികളുടെ ശേഷിയെ ഹനിച്ചുകളയും. സാഹോദര്യമില്ലാത്ത സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും കാര്യങ്ങളുടെ സ്വാഭാവിക പരിണാമമായി തീരാനാവില്ല. ഇന്ത്യൻ സമൂഹത്തിൽ രണ്ടു കാര്യങ്ങൾ പരിപൂർണമായി ഇല്ലായിരുന്നുവെന്നും അംബേദ്കർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സമത്വമാണ്. അംബേദ്കർ എന്ന മനുഷ്യന്റെ ഉള്ളിൽ കത്തിയിരുന്ന കനൽ ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യർക്ക് പുതുജീവിതമില്ല. കുട്ടിക്കാലത്ത് കാളവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സ്കൂളുകളിൽ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിരുന്ന് പഠിക്കുകയും ചെയ്ത ഒരു ആയുധജാതിക്കാരെ ഒരു പ്രൊഫസർ എന്ന നിലയ്ക്ക് അധിക്ഷേപിക്കപ്പെട്ടയാൾ നിന്ദ്യാർഹനായ മഹർജാതിക്കാരൻ എന്ന നിലയിൽ യുവാവായിരിക്കുമ്പോൾ തന്നെ ഹോട്ടലുകളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടയാൾ ഹൃദയശൂന്യനായ രാഷ്ട്രീയക്കാരനെന്നും ബ്രിട്ടീഷ് ഏജന്റെന്നും നിന്ദിക്കപ്പെട്ടയാൾ മഹാത്മാവിനെ ശകാരിച്ചതിന്റെ പേരിൽ വെറുക്കപ്പെടുകയും എക്സിക്യൂട്ടീവ് കൗൺസിലർ എന്ന നിലയിൽ അധിക്ഷേപിക്കപ്പെടുകയും ചെയ്തയാൾ പിൽക്കാലത്ത് ഇദ്ദേഹം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയും ഇന്ത്യയുടെ അഭിലാഷവും താൽപര്യവും വീക്ഷണവും നിർവചിക്കുന്ന ഭരണഘടനയുടെ മുഖ്യശില്പി ആയിത്തീരുകയും ചെയ്തു. അതായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ. Let us leave aside slogans. Let us leave aside words which frighten people. Let us even make concession to the prejudices of our opponents. Bring them in so that they may willingly join with us on marching upon that road, which, as I said, if we walk long enough, must necessarily lead us to unity.